ഒക്കെ അടക്കിയിരിക്കുന്നത്. ഇവിടെ ഹുമയൂൺ അങ്ങനെ എന്തോ ഖബർ, ഹുമയൂണിൻ്റെയൊക്കെയാണ് ഖബർ. ഇതാണ് അപ്പുറയിലത്തേയാണോന്നറിയില്ല. ഇവിടെ ഉണ്ട്, അപ്പുറേ ഉണ്ട് കാരണം ചെറുതും വലുതുമായിട്ടുള്ള ഖബറുകളാണ് ഈ കാണുന്നത്. ഡീറ്റെയിൽസ് ഒന്നും ആരെയും എഴുതി വെച്ചിട്ടില്ല. ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അവിടുന്ന് ഇന്ന് പറ്റുന്ന ഇന്ത്യ ഗേറ്റിലൂടെ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇന്ത്യ ഗേറ്റിൽ ഇപ്പോൾ അവിടെ ലൈറ്റ് കാണും, ലൈറ്റിൻ്റെ ഷോ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ അത് കാണും. എന്നിട്ട് നേരെ നമ്മൾ ഈ റൂമിൽ പോകാനാണ്. വേറെ എവിടെയെങ്കിലും ഓപ്പൺ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാം. ഇവിടെ എക്സ്കവേഷൻ നടത്തിയപ്പോൾ കിട്ടിയതാണെന്ന് പറയുന്നത്. അതിനകത്ത് കൊണ്ട് പൈസ ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്, നോട്ടൊക്കെ. ആരിട്ടാണെന്ന് വരും നോട്ടൊക്കെ, ഈ നേർച്ച ഇടുന്നതിനൊക്കെ നോട്ടൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നവരില്ല. നൈറ്റ് ആയപ്പം ഇന്ത്യ ഗേറ്റ് കാണാൻ പോവാണ്. ഇന്ത്യ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം ഇത് രാത്രി ഇത് മാത്രം കാണുന്നുള്ളൂ. അതിനുശേഷം ബാക്കിയെല്ലാം ക്ലോസ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഇത് മാത്രം ക്ലോസ് ആകത്തില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടുന്ന് ഇത് കാണാൻ നേരെ റൂമിൽ പോവാം. പിന്നെ നാളെ രാവിലെ നമ്മൾ കുത്തബ് മിനാറും അങ്ങനെ റെഡ് ഫോർട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഗേറ്റിലേക്ക് നടക്കുവാണ്. ഈ റോഡല്ല ഇതിൽ കൂടെ അങ്ങ്. അത് രാഷ്ട്രപതി ഭവനും ഇവിടെ ഇന്ത്യ ഗേറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഇന്ത്യ ഗേറ്റ് കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ച് നമുക്ക് രാഷ്ട്രപതി ഭവൻ വഴി അങ്ങോട്ട് പോവാം എന്നാണിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റ് എനിക്ക് അവിടെ കാണാൻ തോന്നും. അതിപ്പോൾ നമുക്ക് അടുത്തോട്ട് പോകാം. രാഷ്ട്രപതി ഭവനും കണ്ടിട്ട് പോവാം. ഇന്ത്യ ഗേറ്റ് മറ്റേ ബിജു മേനോൻ പറയുന്ന കണക്ക് അല്ല, അജു വർഗീസ് പറഞ്ഞ കണക്ക് ഇത് ഗേറ്റ് മാത്രമല്ലല്ലോ, മതിലില്ലല്ലോ എന്ന് പറഞ്ഞ കണക്കാണ്. ശരിയാണല്ലോ, ഗേറ്റ് മാത്രമല്ലല്ലോ, മതിലില്ലല്ലോ. എന്നാ ചെയ്യും? എന്നാലും കുഴപ്പമില്ല, നമുക്ക് കണ്ടിട്ട് പോകണം. അത്ര തന്നെ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമായിരുന്നു. അങ്ങോട്ട് ആളെ കടത്തി വിടുവോ? അങ്ങോട്ട് കടത്തി വിടാൻ അപ്പുറയിലോട്ട് കടത്തി വിടുമെന്ന് തോന്നുന്നു. ഇതൊരു പോകാൻ പറ്റത്തില്ല. പക്ഷേ അപ്പുറം വഴി പോകാം. ഗേറ്റ് വരുമ്പോൾ വൈകിട്ട് രാത്രി വരുന്നതായിരിക്കും നല്ലത്. വ്യൂസും ആ ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പാണ് കാണാൻ. രാവിലെ വന്നാൽ നമ്മൾ കുഴഞ്ഞു പോകും. വെയിലാണെങ്കിൽ നമ്മൾ പെട്ടുപോകും. അത് കണക്ക് ചൂടായിരിക്കും ഉച്ചയൊക്കെ ആ ടൈം ആകുമ്പോൾ. പിന്നെ വൈകിട്ട് ഈവനിങ് കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പോൾ രാഷ്ട്രപതി ഭവനിലോട്ട് നടക്കണം. കുറച്ച് കൂടുതൽ നടക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വൈകിട്ട് വന്നത്. വെയിലും കൂടെ ഓർത്താണ്. രാഷ്ട്രപതി ഭവനിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ എന്തൊക്കെ പരിപാടിക്കുള്ള പരിപാടി തന്നെ എന്തോ പരിപാടിയും പ്രധാനമന്ത്രിയൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു. എന്തോ പരിപാടിയൊക്കെ നടക്കാൻ പോകാൻ തോന്നുന്നു 2 ദിവസത്തിനുള്ളിൽ. നമ്മൾ രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്ന